ഉത്തർപ്രദേശ് ലക്നൗ കോച്ചിംഗ് സെന്ററിൽ വൻ തീപിടുത്തമുണ്ടായി. 14 പേർ മരിച്ചതായി സംശയിക്കുന്നുണ്ട്. നിരവധി പേർ കുടുങ്ങിക്കിടക്കുന്നതായാണ് റിപ്പോർട്ടുള്ളത്. രാജേഷ് ശ്രീനിവാസൻ വിവരങ്ങൾ നൽകുന്നതിനായിട്ട് ചേരുന്നു. ഉത്തർപ്രദേശിലെ ലക്നൗ കോച്ചിംഗ് സെന്ററിലുണ്ടായ ഈ വൻ തീപിടുത്തത്തിൽ 14 പേർ മരിച്ചു എന്ന് സംശയിക്കുമ്പോൾ തന്നെയും വലിയ ആശങ്കയുണ്ടോ? മരണസംഖ്യ ഉയരുമെന്നുള്ള വലിയ ഭയം ഉണ്ടോ? രാജേഷ് ശ്രീനിവാസൻ. MS അലിഗഞ്ച് പ്രദേശത്തെ കോച്ചിംഗ് സെന്ററും ഗെയിം സെന്ററും പ്രവർത്തിക്കുന്ന 3 നില കെട്ടിടത്തിനാണ് തീപിടുത്തം ഉണ്ടായത്. അതിൽ തന്നെ ഈ തീയും പുകയും കണ്ട ഉടൻ തന്നെ ഇതിലുണ്ടായിരുന്നവർ ഈ പുറത്തേക്ക് ചാടുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായിരുന്നു. ഇവരെ തൊട്ടടുത്തുള്ള സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വീണ ആളുകളുടെ നില അത് ഗുരുതരമാണോ അല്ലെങ്കിൽ മറ്റു പരിക്കുകളുണ്ടോ എന്നതിൽ ഒരു വ്യക്തതയില്ല. എന്തായാലും 3 നില കെട്ടിടത്തിനാണ് തീ പിടിച്ചത്. നിലവിൽ ഇപ്പോൾ ഫയർഫോഴ്സ് അടക്കമുള്ള പോലീസ് അടക്കമുള്ള സംഘം സ്ഥലത്തെത്തി തീ അണക്കാനുള്ള ഒരു ശ്രമം തുടരുകയാണ്. ഗെയിം സെന്ററിൽ നിന്ന് പുകയും തീയും പടർന്നു കണ്ടതിനെ തുടർന്ന് ഈ കുട്ടികൾ അടക്കം പുറത്തേക്ക് ചാടുന്ന ഒരു സാഹചര്യമാണ് ഉള്ളത്. അതിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്നിട്ടുണ്ട്. തീപിടുത്തത്തിൻ്റെ കാരണം എന്തെന്ന് വ്യക്തമായിട്ടില്ല. അതുകൊണ്ട് തന്നെ സർക്കാർ ഇതിലൊരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പരിക്കേറ്റവർക്ക് ചികിത്സ ഉറപ്പാക്കാനും നടപടികൾ ഈ ചികിത്സയുമായി ബന്ധപ്പെട്ടുള്ള നടപടികൾ ഊർജിതമാക്കാനും UP മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ഈ മരിച്ചവരുടെ കുടുംബത്തിന് 2 ലക്ഷം രൂപ ധനസഹായവും ഇപ്പോൾ UP സർക്കാർ പ്രഖ്യാപിച്ചിട്ടുണ്ട്. എന്തായാലും വലിയ ദാരുണമായ ഒരു സംഭവം തന്നെയാണ് ഇപ്പോൾ റിപ്പോർട്ട് ചെയ്തത്. 3 നില കെട്ടിടത്തിനാണ് തീപിടിച്ചത്. ഈ 3-ാം നിലയിൽ നിന്നാണ് ഈ കോച്ചിങ് സെന്ററിൽ നിന്നും ഗെയിം സെന്ററിൽ നിന്നുമുള്ള കുട്ടികൾ താഴേക്ക് ചാടിയതെന്നാണ് നിലവിൽ ലഭിക്കുന്ന വിവരം. അതുകൊണ്ട് തന്നെ മരണസംഖ്യ ഇനിയും കൂടാനുള്ള ഒരു സാഹചര്യമാണ് അധികൃതരുടെ ഭാഗത്തു നിന്ന് ലഭിക്കുന്നത്. എന്തായാലും തീ അണക്കാനുള്ള ശ്രമം അത് തുടരുകയാണ് MS. ശരി, ഉത്തർപ്രദേശിലെ ലക്നൗ കോച്ചിംഗ് സെന്ററിൽ വലിയൊരു ദുരന്തമുണ്ടായിരിക്കുകയാണ്. അവിടെ വലിയ തീപിടുത്തം നടന്നിരിക്കുന്നു. 14 പേർ മരിച്ചു എന്നുള്ള സംശയമുണ്ട് എന്ന് മാത്രമല്ല നിരവധി പേർ അവിടെ കുടുങ്ങിക്കിടക്കുന്നത് കൊണ്ട് മരണസംഖ്യ ഉയരാനുള്ള വലിയ സാധ്യതയുമുണ്ട്. അങ്ങനെ ഉണ്ടാവില്ലേ എന്ന് വിചാരിക്കുകയും ചെയ്യുന്നു.